എവ്രിവൺ, AI എവ്രിവെയർ ഇനി കോഡിങ്ങിന് സാധ്യതയുണ്ടോ? സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം റീസെന്റ് ഇയേഴ്സ് ആയി നമുക്ക് ChatGPT, ജെമിനായി പോലെയുള്ള AI ഒക്കെ ഒരുപാട് ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള ഒരുപാട് AI ടൂൾസും ഇന്ന് അവൈലബിൾ ആണ്. പലർക്കും ഉള്ള ചോദ്യമാണ് AI വന്നല്ലോ, ഇനി കോഡിങ്ങിന് വല്ല സ്കോപ്പും ഉണ്ടോ എന്നുള്ളത്. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് എന്ന് തന്നെയാണ്. കോഡിങ്ങിന് വളരെയധികം സ്കോപ്പ് ഇപ്പോഴും ഉണ്ട്. കോഡിംഗ് ക്രിട്ടിക്കൽ ആയിട്ട് ആവശ്യമുള്ള ഒരുപാട് ഫീൽഡുകൾ ഇപ്പോഴും ഉണ്ട്. വെബ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ് എന്നുള്ള ഫീൽഡുകളിൽ ഇപ്പോഴും കോഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് AI ഇസ് ജസ്റ്റ് എ ടൂൾ. ഈ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കോഡിംഗ് വെച്ച് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് പൈത്തണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറീസ് ഉപയോഗിച്ച് ML അൽഗോറിതംസ് വഴിയെല്ലാമാണ് നമ്മൾ ഈ ടൂൾസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ChatGPTയും ജെമിനായും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ടെക്സ്റ്റും ഇമേജസും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കോഡിംഗ് വെച്ച് തന്നെയാണ്. നമ്മൾ വിചാരിക്കും AI വർക്ക് ചെയ്യുന്നത് സെൽഫായിട്ടാണ് എന്ന്, പക്ഷെ അത് അങ്ങനെയല്ല. സോ അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞ് കോഡ് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ AI കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആദ്യം തന്നെ ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഡേറ്റയെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ്, അതിനെ ഒന്നും കൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ പ്രീ പ്രോസസ്സിംഗ് എന്നാണ് അതിനെ പറയുന്നത്. സോ പ്രീ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് നമ്മൾ ഡേറ്റയെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം മോഡലിനെ ബിൽഡ് ചെയ്യുക, മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. സോ ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതേപോലുള്ള മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത്രയും സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പൈത്തൺ ലൈബ്രറീസ് അവൈലബിൾ ആണ്. ലൈക്ക് scikit-learn, TensorFlow എന്നിങ്ങനെ ഒരുപാട് ലൈബ്രറീസ് പൈത്തണിൽ അവൈലബിൾ ആണ്. സോ പൈത്തൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഡിംഗ് ലാംഗ്വേജ് ആണ്. ഇതുപോലെ ഒരുപാട് കോഡിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. കോഡിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി സൈബർ സെക്യൂരിറ്റിയുടെ കേസിലാണെങ്കിൽ AIക്ക് ത്രെറ്റുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള അൽഗോറിതംസും സെക്യൂരിറ്റീസും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കോഡിംഗ് തന്നെ അത്യാവശ്യമാണ്. കോഡിങ്ങിന്റെ സ്കോപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ റിമെമ്പർ, AI ഇസ് ജസ്റ്റ് എ ടൂൾ. കോഡിങ്ങിന് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട്. താങ്ക് യു.